അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ് സൂറത്ത് യൂസുഫ് 25-ാമത്തെ ആയത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഓടുകുബേനായിട്ട് അവിടെ പുറത്തൈത്ത് ഓടി ಬಂದು ഏഴ് വായിലായിട്ട് കിട് തുറന്ന് വരേണ്ടത്. കാരണം ആ റൂമിടെ പുറത്ത് പറയുമ്പോഴത്തേക്ക് ഏഴ് ബായിൽ ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഓടി ಬಂದು ഓരോ ബായിലും ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് പുറത്തെ ബായിലേക്ക് എൻട്രൻസ് ഓപ്പൺ ആക്കി പുറത്ത് പറലോട് കൂടെ അസീസ് രാജാവും കൂടെ ഒരാളും അവിടെ എത്തിയിരുന്നു. അതായിട്ട് ഇതിൻ്റെ ചൊല്ല വസ്തബക്കൽ ബാബ ജണ്ടാലും ബായില്ല അവിടെ യൂസുഫ് നബി എതിർലും അയിമ പെറവത്തുള്ളൂ. കമീസ് പറഞ്ഞിരു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കമീസ് പറഞ്ഞ ഒരു കമീസിൻ്റെ പൂൽ അയിമയുടെ കയ്യിലുമുണ്ട്. അത് പിൻഭാഗത്തിൽ നിന്നായിട്ട് ഇവിടെ കമീസ് പറഞ്ഞത്, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കമീസ് പറഞ്ഞിട്ട് എതിര സൈഡിലല്ല പിറവത്തെ സൈഡിൽ അതും ഉദ്ധത്തിലായിട്ട് ഇവിടെ ഗീറിയിട്ടുള്ളത്. അപ്പോൾ ബായിലവിടെ കണ്ടിട്ടാകുമ്പോൾ അയിമ ചെന്ത് അതാ ലദൽ ബാബ് സയ്യിദഹ ചെന്നെങ്കിൽ അയിമയുടെ യജമാനയുടെ അവിടെ കണ്ടെത്തുണ്ട. അതായത് ഈ കിബുത്തി എന്നെങ്കിൽ ഈജിപ്റ്റ് റായത്തെ എനിക്ക് കിബുത്തിയും ചൊല്ലും. അപ്പോൾ അങ്ങ് മാപ്പിലേക്ക് സയ്യിദ് ഉണ്ടല്ലോ പദമായിട്ട് ഇവിടെ ഉപയോഗമാക്കിയെന്നേ. അപ്പോൾ അയിമ ചൊല്ലത് വൽഫയാ സയ്യിദഹ ലദൽ ബാബ് ബായിലവിടെ ജണ്ടാലും എത്തിച്ചോ. കാലത്ത് അയിമ ചൊല്ല് മാ ജസാ ഉമൻ അറാദ് ബി അഹ്ലിക സൂ അൻ, നിങ്ങളെ പെഞ്ഞയുടെ കൊണ്ട് വേണ്ടാത്തത് ചെയ്യുക വിചാരിച്ചവന് ഇല്ല യുസ്ജന അവൻ്റെ ജയിലിലിടണം, അവ അദാബുൻ അലീം അല്ലെങ്കിൽ ശക്തിയായ ശിക്ഷ കൊടുക്കണം. അപ്പോൾ അയിമ എന്താക്കിയിട്ട് അവിടേക്ക് യഥാർത്ഥത്തിൽ അയിമായിട്ട് പിടിക്കുക പോയത്. പക്ഷേ അയിമ ഇവിടെ രജമാനുടെ കണ്ടിട്ടാകുമ്പോൾ അയിമയുടെ തട്ടിട്ട് സേഫ് ആക്കുവാനായിട്ട് അയിമ ചെന്ന് ഇതാ നിങ്ങൾ എല്ലാത്തപ്പം നിങ്ങളെ പെഞ്ഞയുടെ കൊണ്ട് ഇങ്ങനത്തെ ചെയ്യുക വിചാരിച്ച ആളുകൾ നിങ്ങൾ ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുക്കണം ചെന്നിട്ട് തന്നെ അയിമയുടെ പലക്കത്തിൽ അയിമ ഫസ്റ്റിക്ക് ചെന്നത് ഇല്ല യോസ്ജന ജയിലിലിടണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വന്നിട്ട് അദാബുൻ അലീം, ഇതെന്നെങ്കിൽ ഈ ചാട്ടിക്കൊണ്ടുള്ള അടി, അതായിട്ട് ഇവിടെ ഉദ്ദേശിച്ചത് ശിക്ഷ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റിക്ക് ജയിലിലിടണം എന്ന് ചൊന്നത് അതിൽ അയിമക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ പിരിസല്ലുണ്ട്, സ്നേഹമുണ്ട്. 13 വർഷം ഔത്തിലില്ലെന്ത ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ആരെ അയിമടെ എന്താ ഇന്നലത്തെ ക്ലാസ്സിൽ ചൊന്നര തെറ്റിൻ്റെ ഒരിക്കലും ഭരിച്ചു പോണ കുത്തിയറ ഇന്നലെ കേൾക്കാത്തങ്ങ ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്ക് വരും. അതുകൊണ്ടായിട്ട് കിടന്ന ചൊല്ല് സാധാരണ പെണ്ണുങ്ങെങ്കിൽ എപ്പമോ യന്ത്രമോ സംഭവിച്ചു പോവന്ത് അയിമായത് കൊണ്ടായിട്ട് ഇവിടെ അത്രയെങ്കിലും അവിടെ ഒളിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം എന്തായിട്ട് അള്ളാഹുടെ ബുർഹാൻ കണ്ടെത്ത് ആ ബുർഹാൻ കാനലോട് കൂടെ ഓടിട്ടാകുമ്പോൾ ഇമ്മ പിറവത്തെ പോയിട്ട് അവിടെ ഓരോ ബായിലും ഓപ്പൺ ആക്കിയിട്ടായിട്ട് ഇക്കട് യൂസുഫ് നബി അലൈഹി സ്വലാം പുറത്ത് എത്തുക. അപ്പോൾ ആയിട്ട് ഇക്കട് അവിടെ യജമാനോടെ പുറത്ത് കട കൂടെ ഒരാളുമുണ്ട് വേറൊരാൾ. അപ്പോൾ അയിമ അവിടേക്ക് തിരിച്ചിട്ട് ഇതാ ഓനായിട്ട് ഇക്കടനെ ഇങ്ങനെ കോബേനായിട്ട് വന്നത് എന്നുള്ളത്. അപ്പോൾ അയിമ ആ പലക്കത്തിൽ തന്നെ ചൊന്നത് ഇല്ല യോസ്റ്റന് ഫസ്റ്റിക്ക് ജയിലിലിടുക എന്നതായിട്ട് ഇക്കട് ചൊന്നത്. കാരണം ജയിലിലിടുക എന്നുള്ളത് അടക്കുക എന്നുള്ളത് കൊണ്ട് ശിക്ഷ എന്തും ഇല്ല. അപ്പോൾ ഇത്ര ടൈം ബന്ധിട്ടുള്ള ആഗ്രഹം മാത്രം. അപ്പോൾ അവിടെ നൊമ്പലൊന്നും സതിക്കില്ല, അടിയുണ്ടാകുമ്പോൾ നമ്പറെ സതിക്കേണ്ടി വരും. അതുകൊണ്ടായിട്ട് ഇവിടെ അയിമ ഫസ്റ്റിക്ക് ജയിലിലേക്ക് വന്നത്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിനോട്ടേക്ക് സ്നേഹല്ലായ്മകുണ്ട്. പക്ഷേ ഇതൊരു അബദ്ധം ഒരു സംഭവിച്ചു പോയേ എന്നുള്ളത് അതാണ് ആ ചൊന്നത് അയിമ ആയതുകൊണ്ട് അത്ര ഇത് എന്നുള്ളത്. അതിനങ്ങ് മനസ്സിലാക്കേണ്ട ഒന്ന് എന്നും. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ നമുക്ക് ചരിത്രം കേൾക്കാം. ഈ ആയത്ത് ഒന്ന് നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തബഖൽ ബാബ വഖദ്ദത് ഖമീസഹു മിൻ ദുബരിൻ വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ് قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. صدق الله العظيم. ഇത് ഞങ്ങൾ ഓതുമ്പോഴത്തേക്കും
വസ്തബക്കൽ ബാബ വഖദ്ദത്ത് താ ഉച്ചരിക്കേണ്ടത് ചൊന്നരാണ്. ഖമീസഹു എന്നവിടെ ചെറിയ വാവ് കൊടുത്തതും എന്തിരയിക്കൊണ്ട് ചൊന്നര ചെല്ല് നീട്ടണം എന്നുള്ളത്. മിന്ദുബുരിൻ മിന്ദുബുരിൻ അവിടെ നൂനുക്ക് സുക്കൂണിട്ടിട്ടിക്കില്ല. അപ്പോൾ ഈ നൂനുടെ 5 നംത്തിൽ ഞങ്ങൾക്ക് ഓതൊക്കെ കിട്ടും. അതിൽ ഒരു നംനായിട്ടിട്ട് ഞങ്ങൾക്ക് ഈ നൂനുടെ മൂക്കുൽ കടത്തിയിട്ട് നെക്സ്റ്റ് അക്ഷരം ഉച്ചരിക്കുന്നതിൽ ഞങ്ങൾ ഇക്കട മിന്ദുബുരിൻ. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഓതി ആദ്യത്താക്കാം മിന്ദുബുരിൻ. പിന്നെ ബാക്കി പക്കത്തിൽ ഞങ്ങൾക്ക് അത് ആവിടും ഓട്ടോമാറ്റിക്. അത് പണ്ട് ഞങ്ങൾ അത് പഠിച്ച് ഈ രീതിയിൽ തന്നെ എന്താക്കണം ഓതി ആദ്യത്താക്കണം മിന്ദുബുരിൻ മിൻ ശർരിൻ നഫ്ഫാസാതി മിൻ ശർരി അന വഅൽഫ യാ സയ്യിദഹാ ലദൽ ബാബ്. അവിടെ വഖഫ് ജായിസ്. നീ പാട്ടുമ്പോൾ ബാബ് ലാസ്റ്റ് അക്ഷര ബാ ഇട്ടിക്കട്. ബാ നാമ ഞാൻ ചൊന്ന സൂറത്തുൽ ഫലക്ക് കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക് ഓതകും ചൊന്ന അവിടെ നാ ചൊന്നര ബാ എന്നുള്ളത് കൽക്കലത്ത് കേൾക്കണമെന്നുള്ളത്. ബാബ് ഖാലത്ത് മാ ജസാഉ ജസാഉ നീട്ടോ കൊണ്ട് മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ജസാഉ എന്നതും നീട്ടണം സൂഅൻ എന്നതും നീട്ടണം. ഇല്ല അതും നീട്ടോ കൊണ്ട് ഐയുസ്ജന ഐയുസ്ജന നൂന് യാക്ക് സേറിട്. ഔ അദാബുൻ അദാബുൻ ബുൻ എന്നവിടെ തൻവീൻ ഒന്ന് ഉൾട്ടിട്ടു. അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിനെ സംബന്ധിച്ച് ഒരിടത്ത് ക്ലാസ് ഉണ്ട്, ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. അദാബുൻ എന്നവിടത്ത് ബാക്ക് ഒരു തൻവീൻ ഉൾട്ടായിട്ടിട്ടുണ്ട്. ഇപ്പം അലീമുൻ ചൊന്നവിടെ മീമുക്ക് തൻവീൻ ഇട്ടിട്ടില്ലേ, അവിടെ 2 തൻവീന് സെയിം ഒരേപോലെ. ഇവിടെ എന്തിട്ടുണ്ട് ഒന്ന് ഉൾട്ടിട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ തൻവീന് അതായത് ബുൺ എന്ന് കേൾക്കുമ്പോൾ ഒരു നൂന് കേൾക്കുന്നത്, ആ നൂന് വ്യക്തമായിട്ട് കേൾക്കണമെന്നുള്ളത്. ഇപ്പം മിന്ദുബുറിൻ എന്നവിടുത്തെ നൂന് വ്യക്തമായിട്ട് കേൾക്കില്ല. നൂനുണ്ട് ഞങ്ങൾ മൂക്കുൽ കടത്തിട്ടായിട്ട് അതിനെ വിട്ട് അതൊക്കെ ഇഖ്ഫാവ് ചൊല്ല്. ഇവിടെ അദാബുൻ എന്നവിടുത്ത് ഇൽഹാർ ചൊല്ല്, അതായത് വ്യക്തമായിട്ട് കേൾക്കണം. ബുൺ എന്ന് തന്നെ നൂന് തെറിച്ച് പോകണം. അദാബുൻ ചൊല്ലുമ്പോൾ ഒരു നൂന് ബണ്ട് അവിടെ ഉച്ചാരണത്തിലൊരു നൂന് ബണ്ട് എൽത്തിലില്ല. അപ്പോൾ ആ നൂൺ അവിടെ തെറിച്ചു പോകണമെന്ന്. അദാബുൻ അലീം അലീം എന്നവിടെ നോക്കൂ ആ തൻവീനിട്ടതിനർത്ഥം അവിടെ ഇതുപോലെയല്ല എന്ന്. അദാബുൻ അലീം വഖഫാക്കുമ്പോൾ ഞങ്ങൾ സുക്കൂൺ കൊടുക്കുക തൻവീൻ. അപ്പോൾ അലീമുൻ എന്നവിടുത്തെ തൻവീന് ഞങ്ങൾ വഖഫാക്കുന്നത് കൊണ്ട് തൻവീൻ്റെ ആവശ്യമുണ്ടില്ല. തൻവീനും ചെന്നെങ്കിൽ ഒരു നൂന് തന്നെ ആയിട്ടിക്കട് അദാബുൻ അലീം അലീം. ലാസ്റ്റ് മീമുൽ വഖഫാക്കുമ്പോൾ ബായി ചന്ത മുച്ചണം അലീം മുച്ചണം തെല്ല് റാഗ മൂക്കുലും പറഞ്ഞു അലീം മുസ്തഖീം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചന്ത ബായി മുച്ചണം. ലാസ്റ്റ് അക്ഷരം ഞങ്ങൾ മീമുൽ നിപ്പാട്ടുമ്പോൾ അങ്ങനെ മുസ്തഖീം. നൂനെങ്കിൽ ബായി മുച്ചൊക്കെ തീറ ഉണ്ടാ മീമു ലാസ്റ്റ് ഉണ്ട് അവിടെ ചന്ത ബായി മുച്ചണം റാഗ മൂക്കുലും പറഞ്ഞു. കാതുകൊടുത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരാവത്തിലും അള്ളാഹു ഖൈറും ബറക്കത്ത് നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഈമാനും തഖ്വയും ഇൽമും ഫഹ്മും തരട്ടെ. അള്ളാഹു ദുആ കൊണ്ട് വസിയത്താക്കിയങ്ങ് സ്നേഹിച്ചങ്ങ് സഹകരിച്ചങ്ങ് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.